ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യയെ നടക്കാനായി സഹായിക്കുന്ന കൽപ്പനയുടെ സന്തോഷവും സൂര്യയും കൽപ്പനയും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവിടേക്ക് ഗൗതം എത്തുന്നു. ആ കാഴ്ച അത്ര സുഖകരമല്ലാതെ തോന്നുന്ന ഗൗതം സൂര്യ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് കണ്ടതിൽ വളരെ അമർഷം കൊള്ളുന്നു. എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഗൗതം വളരെ സന്തോഷത്തോടെ ഏട്ടാ എന്ന് വിളിച്ച് സൂര്യക്കരികിലേക്ക് ചെന്നു. സൂര്യ സന്തോഷത്തോടെ ഗൗതമിനോട് പറഞ്ഞു, കണ്ടില്ലേടാ, ഏട്ടന് ഇപ്പം നടക്കാൻ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊപ്പം ഏട്ടനും നടക്കും. നിങ്ങൾ ഏട്ടൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവണമെന്ന് മാത്രം എന്ന് പറഞ്ഞ് സൂര്യയെ കൈ പിടിച്ച് ഗൗതം നടക്കാനായി സഹായിക്കുന്നു. അങ്ങനെ കൽപ്പന സൂര്യയെ ചേർത്ത് പിടിച്ച് അങ്ങനെ നടക്കാൻ കൂടെ കൂട്ടുന്നത് കണ്ട് ഗൗതം കലിയോടെ നോക്കി നിന്നു. ആ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ ഗൗതം നിൽക്കുന്നത് പിന്തിരിഞ്ഞു നോക്കുന്ന കൽപ്പന ഗൗതത്തിന്റെ ആ മാറ്റം കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സൂര്യയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. ഈ കാഴ്ച കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഗൗതമിനെ ഒന്ന് നോക്കി പുഞ്ചിരിക്കുന്നതോടെ അത് കൽപ്പനയുടെ പരിഹാസമാണെന്ന് മനസ്സിലാക്കി ഗൗതം ദേഷ്യത്തോടെ നോക്കുന്നു. അതിനിടയിലും കൽപ്പന ഗൗതമിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാട്ടി. ഇങ്ങനെയൊരു കാഴ്ച പെട്ടെന്ന് മയക്കത്തിനിടയിൽ കണ്ട് കൽപ്പന വേഗം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുടർന്ന് എഴുന്നേറ്റു. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ എന്ന് കൽപ്പന അന്തിച്ചങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് ഒന്ന് നോക്കി. സമയം എത്ര ആയി എന്നറിയുവാനായി ക്ലോക്കിലേക്ക് നോക്കിയതും പുലർച്ചെ 4 മണിയെന്ന് കണ്ടതോടെ കൽപ്പനയ്ക്ക് സന്തോഷമായി. അപ്പോൾ പുലർച്ചെ കാണുന്ന ഇത്തരം സ്വപ്നങ്ങൾ നടക്കുമെന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ കാഴ്ച അത് നടപ്പിലാകും. സൂര്യ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും, അത് തീർച്ച. സൂര്യയെ ഇനി എത്രയും വേഗം നടക്കുന്നതിന് വേണ്ടി സൂര്യ സഹായിക്കണമെന്ന് കൽപ്പന തീരുമാനിക്കുന്നു. അങ്ങനെ സൂര്യയെ നടക്കാൻ കൽപ്പന സഹായിക്കാമെന്ന് തീരുമാനിക്കുകയും കൽപ്പന അതിനുവേണ്ടി അങ്ങനെ ആലോചിച്ച് നിൽക്കുകയും ചെയ്തു. പിന്നീട് കാണുന്നത് ഹാളിൽ സെറ്റിയിൽ കിടക്കുന്ന വരുണിനെ. വരുൺ ഓരോന്നും ആലോചിച്ച് അങ്ങനെ സെറ്റിയിൽ കിടക്കുകയും എന്തായാലും ആ ഒരു നീക്കം, അതായത് ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രിയങ്കയുടെ മാറ്റത്തെക്കുറിച്ച് ഓർത്ത് വരുൺ അങ്ങനെ നിന്നു. പെട്ടെന്ന് വരുണിന്റെ അരികിലേക്ക് അമ്മയും അച്ഛനും കൂടി എത്തി. അവർ വരുന്നത് കണ്ട് വരുൺ വേഗം ചാടി എഴുന്നേറ്റു. ഉടനെ പത്മിനി ചോദിച്ചു, എന്താടാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? പ്രിയങ്കയുടെ കൂടെയുള്ള ആ റൂമിലെ താമസം നിനക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അങ്ങനെ ആരാ പറഞ്ഞത് എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രിയങ്ക അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഞാനാ പറഞ്ഞത്. അച്ഛനും അമ്മയും അറിയണം. വരുൺ എൻ്റെ കൂടെ ആ റൂമിൽ കിടക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് വരുൺ ഇവിടെ വന്ന് ഇങ്ങനെ മാറിക്കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയായിട്ടും അവസാനിച്ചില്ലേ? ചില സൗന്ദര്യ പിണക്കങ്ങൾ സാധാരണ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എങ്കിലും അത് ഇത്രത്തോളം വഷളാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ശരിക്കും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താ? അത് പരിഹരിച്ചിട്ട് മാത്രമേ ഇന്നിനി ഞങ്ങൾക്ക് ഉറക്കമുള്ളൂ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ ഉടനെ വരുൺ ചോദിച്ചു, അല്ല, അച്ഛനും ചില ദിവസങ്ങളിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഹാളിൽ വന്ന് കിടക്കാറുണ്ടല്ലോ, ഇങ്ങനെ കുറേ നേരം ഇവിടെ വന്ന് ഇരിക്കാറില്ലേ? അത് അമ്മയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടും അമ്മയുടെ പിണക്കമായിട്ടുമാണോ എന്ന് ചോദിച്ചപ്പോൾ പത്മിനി പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ ഇന്നേ വരെ എന്നോട് പിണങ്ങിയിട്ടില്ല, എന്നോട് വഴക്കിട്ട് പോയിട്ടുമില്ല. നിന്റെ അച്ഛൻ എന്നോടുള്ള സ്നേഹത്തിന് കുറവും സംഭവിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയാണോ നിങ്ങളുടെ കാര്യം? നിങ്ങൾ പലപ്പോഴും വഴക്കിടുന്നവരാണെന്ന് ഞങ്ങൾ വരെ കണ്ടിട്ടുള്ളവരാണല്ലോ. എന്നിട്ട് റൂമിൽ നിന്ന് ഇങ്ങനെ മാറിക്കിടക്കുന്നോടി കണ്ടപ്പോൾ അതിൽ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് പത്മിനി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു, ശരിയാണമ്മേ, എൻ്റെ അടുത്തേക്ക് വരാൻ വരുണിന് ഒട്ടും ആഗ്രഹമില്ല. വരുൺ എന്തൊക്കെയോ മനസ്സ് ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വരുൺ എപ്പോഴും എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണ്. അതെന്താണെന്ന് അമ്മ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, മോനെ, നിന്നെ ചില കാര്യത്തിൽ നിനക്ക് പക്വതയോടെ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ നിനക്ക് കഴിയും. പലപ്പോഴും നീ ആലോചിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് ഓരോ തീരുമാനങ്ങളും എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുമുണ്ട്. എന്നാൽ ഇത്തരം, അതായത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരാൾ ഇടപെട്ടു എന്ന് വന്നാൽ അത് നമ്മുടെ തന്നെ പോരായ്മയും നമ്മുടെ തന്നെ കഴിവുകേടുമാണെന്നുള്ള കാര്യത്തിൽ നീ ഇനിയും ആ കാര്യം തിരിച്ചറിയാത്തത് എന്താ മോനെ എന്നൊക്കെ പരമേശ്വരൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് എത്തി. എന്താ എല്ലാവരും ഇവിടെ ഹാളിൽ നിന്നൊരു സംസാരം എന്ന് ചോദിച്ചപ്പോൾ പത്മിനി പറഞ്ഞു, അമ്മേ, പ്രിയങ്ക മോളോട് പിണങ്ങി ഇവൻ ഇവിടെ റൂമിൽ നിന്ന് ഈ ഹാളിൽ വന്ന് കിടക്കുക, അക്കാര്യം ഞങ്ങൾ ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയും വരുണിനെ നോക്കി. ഉടനെ പ്രിയങ്ക പറഞ്ഞു, അതേ മുത്തശ്ശി, ഞാനൊന്നും ചെയ്തില്ല, പക്ഷെ വരുൺ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി വരുണിനെ ഒന്ന് നോക്കി. വരുണപ്പോഴേക്കും തൻ്റെ ആഗ്രഹങ്ങൾ മുത്തശ്ശിക്ക് അറിയാവുന്നത് കൊണ്ട് കണ്ണുകൾ കൊണ്ട് ഇതിനെന്താ ഒരു പരിഹാരമെന്ന് മുത്തശ്ശിയോട് ആശങ്കയോടെ നോക്കുന്നു. ഉടനെ മുത്തശ്ശി അതിനൊരു പരിഹാരം കണ്ടെത്താവുന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അമ്മയോടരെ ഇവൻ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്.
ഇങ്ങനെ ഒരു പ്രശ്നത്തിന് അമ്മ തന്നെ പരിഹാരം കാണും. അമ്മേ, എന്താ ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ, ഇവരുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കണം. അതാണല്ലോ നിങ്ങളുടെ കുഴപ്പം. അതുകൊണ്ട് പരമേശ്വര, നീ പോയി കിടന്നോ, ഞാൻ ഇത് പരിഹരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അമ്മേ എന്ന് പറഞ്ഞ് പരമേശ്വരനും പത്മിനിയും നിൽക്കുന്ന കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞാൽ അതിവൻ അനുസരിക്കാതിരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് പറഞ്ഞാലും അതിവനും അനുസരിക്കുന്നവനല്ലേ. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ റൂമിൽ പോയി കിടക്ക്, ഇതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഉടനെ പത്മിനി വരുണിനോട് പറഞ്ഞു, അതെ, അമ്മ എന്ത് പറഞ്ഞാലും മര്യാദയ്ക്ക് നീ അത് അനുസരിച്ചോണം, കേട്ടല്ലോ. ഇനി ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ കാരണം ഉണ്ടാകരുത്. ഉടനെ പത്മിനി പ്രിയങ്കയെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ സമാധാനത്തോടെ റൂമിലേക്ക് പൊയ്ക്കോ, അമ്മ വരുണിനെ പറഞ്ഞയച്ചോളും എന്ന് പറഞ്ഞു. ഉടനെ പ്രിയങ്ക റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും പത്മിനിയും പരമേശ്വരനും എന്നാ ശരിയമ്മ എന്ന് പറഞ്ഞ് അവരവരുടെ റൂമിലേക്ക് പോയി. മുത്തശ്ശി ഉടനെ വരുണിനോട് ചോദിച്ചു, എന്താടാ, എന്താ പ്രശ്നം എന്ന് വരുണിനോട് മുത്തശ്ശി അന്വേഷിച്ചതും വരുൺ പറഞ്ഞു, അതെ മുത്തശ്ശി, വേറൊന്നുമല്ല, ഇന്ന് നടന്ന സംഭവം എന്താണെന്നറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അന്ന് രാത്രിയിൽ അവിടെ പ്രിയങ്കയിലുണ്ടായ മാറ്റവും പ്രിയങ്ക തന്നെ അരികിലേക്ക് വന്നതും തന്നോട് സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിയങ്ക പറഞ്ഞതും പ്രകടിപ്പിച്ചതുമൊക്കെ മുത്തശ്ശി വരുണിനോട് പറഞ്ഞു. മുത്തശ്ശിയോട് വരുൺ പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും മുത്തശ്ശിയെ കാര്യം മനസ്സിലായി. താൻ പറഞ്ഞത് എങ്ങനെയോ പ്രിയങ്കയും കേട്ടിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് പെട്ടെന്ന് അക്കാര്യം മനസ്സിലാവുന്നു. ഉടൻ തന്നെ മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെ ഒരു മാറ്റത്തിൽ വേറൊന്നും നീ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, മുത്തശ്ശി, പെട്ടെന്ന് പ്രിയങ്കയെ പോലൊരുവൾ പെട്ടെന്ന് സ്നേഹം കൂടുകയും പെട്ടെന്ന് സങ്കടം കാട്ടുകയും ചെയ്താൽ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാണ്, ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവളാണ് അവൾ. അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം അവളിൽ ഉണ്ടായാൽ അത് അപകടമാണ്, അത് സൂക്ഷിക്കണം എന്ന് വരുൺ അറിയിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അത് ശരി തന്നെയാണ്, അങ്ങനെ ഒരു മാറ്റം അവളിൽ ഉണ്ടായാൽ അത് സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പോൾ അവൾ ആഗ്രഹവും ആവശ്യം എന്താണെന്ന് നിനക്കറിയാവോ? നിന്നിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞു വേണം, അതാണ് അവളുടെ ആവശ്യം. അത് കേട്ടതും വരുൺ അതിശയപ്പെട്ടു. അയ്യേ എന്ന് പറഞ്ഞ് വരുൺ ആകെ അതിശയത്തോടെ അങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവള് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. കാരണം കണിമംഗലത്തിന്റെ സകല സ്വത്തുക്കൾക്കും അവൾ അവകാശിയാകണം, അതിനുവേണ്ടിയുള്ള ശ്രമമാണത് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, ആഹാ, അത് ശരി, അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വരുൺ ഇപ്പൊ തന്നെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, അങ്ങനെയല്ല നീ പ്രതികരിക്കേണ്ടത്. അവൾ നിന്നോട് കാണിക്കുന്ന ഈ സമീപനത്തിന് അതേ അളവിൽ തന്നെ വേണം നീ തിരിച്ചു മറുപടി കൊടുക്കാൻ. അവൾ നിന്നോട് കാണിക്കുന്ന ഈ മാറ്റം ഉണ്ടല്ലോ, ഈ അഭിനയം, അതിന്റെ ഇരട്ടിയായി നീ തിരിച്ചഭിനയിക്കണം. അവൾ നിന്നോട് ഇങ്ങനെ അഭിനയിച്ച് തകർക്കുമ്പോൾ അതൊരു ചതിയാണെന്ന് നീ മനസ്സിലാക്കാത്ത രീതിയിൽ നീയും അതുപോലെ തന്നെ അവളെ ശരിക്കും പറ്റിക്കുകയാണെന്ന് അവൾക്കും തോന്നാത്ത രീതിയിൽ വേണം നീയും പെരുമാറാൻ എന്ന് മുത്തശ്ശി വരുണിനോട് പറഞ്ഞു. അത് കേട്ടതും, നീ പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാം, പക്ഷെ അത് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ വീട്ടിലുള്ള മറ്റാർക്കും അറിയത്തില്ല, പ്രത്യേകിച്ച് പരമേശ്വരനും പത്മിനിക്കും. അതുകൊണ്ട് തന്നെ നീ ആ കടമ്പയിലേക്ക് എത്താൻ, ആ ഒരു ആഗ്രഹത്തിലേക്ക്, നിന്റെ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ അതിന് പല കടമ്പകളും നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നീ വളരെയേറെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, ശരി മുത്തശ്ശി, ഇനി ഞാനെല്ലാം വൃത്തിയായി സൂക്ഷിച്ചും കണ്ടും ചെയ്തോളാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവൾ എൻ്റെ അടുത്ത് ഇറക്കുന്ന ഈ ഒരു അടവിന് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊരടവായിരിക്കും ഞാൻ അവൾക്ക് നേരെ പ്രയോഗിക്കുക. ഇനി മുത്തശ്ശി കണ്ടോ എന്ന് പറഞ്ഞ് വരുൺ അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ മുത്തശ്ശിയും പരമേശ്വരനും പത്മിനിയും ഹാളിൽ വന്നിരിക്കുന്നു. അവർ ഇരുവരും മുത്തശ്ശിയോട് ചോദിച്ചു, അമ്മേ, ഇന്നലെ രാത്രിയിൽ അമ്മ എപ്പോഴാ പോയത്? ഉടനെ മുത്തശ്ശി പറഞ്ഞു, അതെ, നിങ്ങൾ കിടക്കാൻ പോയതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും പോയി റൂമിലേക്ക്. അപ്പോഴേക്കും പത്മിനി ചോദിച്ചു, അല്ല, അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചോ അമ്മേ? പിന്നെ എന്റെ പത്മിനി, നീ എന്താ ഈ കരുതുന്നത്? അവർക്കിടയിലുള്ള പ്രശ്നം അത് പിള്ളേരല്ലേ, അതൊക്കെ നമുക്ക് അങ്ങനെ എപ്പോഴും അവരുടെ പിന്നാലെ നടക്കാൻ പാടില്ലല്ലോ. എന്തായാലും അതൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞ് അവനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതും അവൻ റൂമിലേക്ക് പോയെന്നും മുത്തശ്ശി അറിയിച്ചു. അപ്പോഴാണ് കിച്ചണിൽ നിന്ന് ചായയുമായി രാധിക അവിടേക്ക് എത്തിയത്. രാധിക 3 പേർക്കും ചായ കൊടുക്കുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അതെ, രാധിക മോളെ പോലെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിലേ ആർക്കും ഒന്നിനു വേണ്ടിയും ആശങ്കപ്പെട്ട് നിൽക്കേണ്ടതില്ല. നമ്മൾ ആരും ഒന്നും ആവശ്യപ്പെടുകയും ചെയ്യണ്ട, കൃത്യസമയത്ത് ആർക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞ് രാധിക മോള് അത് എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൽപ്പന അവിടേക്ക് എത്തി. അച്ഛാ, എനിക്ക് അച്ഛനോട് കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ എന്താ മോളെ, നീ കാര്യം പറ എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു, അല്ല,
എനിക്ക് പറയാനുള്ളത് സൂര്യയെക്കുറിച്ചാണ്. സൂര്യയുടെ നേരെയുള്ള എൻ്റെ സമീപനത്തിലും എൻ്റെ പെരുമാറ്റത്തിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേയേറെ സൂര്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്. സൂര്യയുടെ ഈ അവസ്ഥയിൽ പലപ്പോഴും സൂര്യയെ അപമാനിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സഹിച്ചു ക്ഷമിച്ചും മാറുന്ന സൂര്യ വേദനിക്കുന്നതും സങ്കടപ്പെടുന്നതുമൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ എൻ്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായതാണെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഞാൻ ആകെ വൈകിപ്പോയി. സൂര്യയെ അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛനോട് നമ്മുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സൂര്യയെ ഉപേക്ഷിച്ച് പോകുമെന്ന്. പക്ഷേ എന്നിട്ടും ഞാൻ അതിന് തയ്യാറാകാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സൂര്യയെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഇതെല്ലാം കേട്ടതോടെ മുത്തശ്ശി രാധികയൊന്ന് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് മുത്തശ്ശി ചോദിച്ചു, അല്ല ഇതൊക്കെ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ മോളെ? അന്നൊന്നും നീ അതൊന്നും കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും കൽപ്പന പറഞ്ഞു, എനിക്ക് മനസ്സിലായി മുത്തശ്ശി. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരാവശ്യമായി അച്ഛന് മുന്നിലേക്ക് വന്നത്. ഞാൻ പറയുന്നത് അച്ഛനൊന്ന് സമ്മതിച്ചു തരണം. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, അത് അനുവദിക്കണം എന്ന് പറഞ്ഞതും പരമേശ്വരൻ പറഞ്ഞു, കുട്ടി കാര്യം എന്താണെന്ന് പറയൂ. അത് കേട്ടതും ഉടനെ കൽപ്പന പറഞ്ഞു, അതെ, എനിക്ക് സൂര്യയുടെ മേൽ നമ്മൾ പല ട്രീറ്റ്മെന്റും നടത്തി. സൂര്യയ്ക്ക് വേണ്ടി പല സ്ഥലത്തും പല രീതിയിലും നമ്മൾ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി പോയി. എന്നാൽ അതിലൊന്നും ഫലം കണ്ടില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം ഈ രാധിക പറഞ്ഞല്ലോ, ആ രാധികയുടെ അച്ഛന് പരിചയമുള്ള ഒരു വൈദ്യനുണ്ടെന്ന്. അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് കൺസൾട്ട് ചെയ്താലോ? അദ്ദേഹത്തോട് സൂര്യയുടെ കാര്യം ഒന്ന് സംസാരിച്ചാലോ? ഈ എല്ലാ തവണയും സൂര്യയ്ക്ക് ചികിത്സ നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ അത് ഒരിക്കലും വിജയിക്കില്ലെന്നും അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷയില്ലാതായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. അതുകൊണ്ടാ സൂര്യയെ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സൂര്യക്ക് അതിന് സാധിക്കുമെന്നും പറയുന്നു. അതുകൊണ്ട് ഇനിയും സൂര്യയുടെ കാര്യത്തിൽ ഇങ്ങനെ അമാന്തം ഭാവിക്കുന്നത് ശരിയല്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ ആ വൈദ്യരെ ഒന്ന് വിളിച്ച് സൂര്യയെ ഒന്ന് കാണിച്ചാലോ വെച്ചാ എന്ന് ചോദിച്ചു. അത് കേട്ടതും അച്ഛന് ആകെ അതിശയമായി. പരമേശ്വരൻ അതിശയത്തോടെ മുത്തശ്ശിയെ നോക്കി. രാധികയുടെ ബുദ്ധി കൃത്യമായ ഫലം കണ്ടു എന്ന് മുത്തശ്ശിക്ക് അപ്പോഴേക്കും സന്തോഷത്തോടെ മുത്തശ്ശി അങ്ങനെ നോക്കുമ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു, അതെ, വരുൺ എഴുന്നേറ്റ് നടക്കണം. വരുൺ എല്ലാവരെയും പോലെ സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കണം. ഇതൊക്കെ കേട്ടതും ഉടനെ പരമേശ്വരനും പത്മിനിയും ചാടി എഴുന്നേറ്റു. അതിശയത്തോടെ കൽപ്പനയുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കേട്ടപ്പോൾ അവർ അതിശയപ്പെട്ട് എഴുന്നേറ്റതും പരമേശ്വരൻ പറഞ്ഞു, മോളെ, സൂര്യയെ ചികിത്സിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ചികിത്സയോടൊപ്പം മറ്റു പല ആഗ്രഹങ്ങളും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്, നമ്മൾ ചികിത്സിക്കുന്നതോടൊപ്പം നമ്മൾ കൂടുതൽ മോഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അതിനെ ഒരിക്കലും അച്ഛൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് മോള് ആഗ്രഹങ്ങളും മോഹങ്ങളും ചികിത്സയോടനുബന്ധിച്ച് അത്തരം മോഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക, അതാണ് നല്ലത്. പിന്നീട് ചിലപ്പോൾ നമുക്ക് നിരാശരാകേണ്ടി വന്നാൽ അതിൻ്റെ വേദന അതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ആഴത്തിലാവും. അതുകൊണ്ടാണ് എന്ന് അച്ഛൻ അറിയിച്ചു. ഉടനെ എന്തായാലും മോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതല്ലേ, ഉടനെ തന്നെ രാധിക മോളുടെ അച്ഛനെ ഒന്ന് വിളിച്ച് കാര്യം ഒന്ന് പറയണം, തിരുമേനിയോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. രാധിക പറഞ്ഞു, അതിനെന്താ വെച്ചാ ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനോട് വിളിച്ച് സംസാരിക്കാം, എനിക്കതിന് യാതൊരു എതിരഭിപ്രായവുമില്ല എന്ന് പറഞ്ഞു. പത്മിനി പറഞ്ഞു, അതെ, ഒരു കാര്യം കൂടി മോൾ ശ്രദ്ധിക്കണം. ചികിത്സ മാത്രം നടത്തിയാൽ പോരാ, സൂര്യയെ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മോളുടെ പ്രാർത്ഥന അത് കൃത്യമായി തന്നെ ഉണ്ടാവണം. മനമൊരുക്കി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സൂര്യ ജീവിതത്തിലേക്ക് മടങ്ങി വരും. എൻ്റെ മോന് മാറ്റം ഉണ്ടാവും. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, എനിക്കറിയാമേ, ഞാൻ എന്ത് കഠിന വ്രതവും അനുഷ്ഠിക്കാനും ഞാൻ തയ്യാറാണ്. എൻ്റെ സൂര്യ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും രാധികയ്ക്ക് വലിയ സന്തോഷമായി. രാധിക മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്നാ രാധിക മോള് ഉടനെ തന്നെ തിരുമേനി വിളിച്ച് കാര്യം പറഞ്ഞേക്ക്, നമുക്ക് വേഗം തന്നെ വൈദ്യരെ വിളിപ്പിക്കാം. അപ്പോഴേക്കും പത്മിനിയെ നോക്കി പരമേശ്വരൻ പറഞ്ഞു, ഓ, എന്തായാലും ഇത് വല്ലാത്തൊരു മാറ്റം തന്നെയാ അല്ലേ പത്മിനി? അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, അതെ, ഇത് ദൈവത്തിന്റെ മാറ്റം തന്നെയാ, ദൈവം തന്നെയാ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം കേട്ട് നിന്ന മുത്തശ്ശി ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കിയിട്ട് പറഞ്ഞു, ശരിയാ, ദൈവം തന്നെയാ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കിയത് അല്ലേ രാധിക മോളെ എന്ന് ചോദിച്ചപ്പോൾ രാധിക ചിരിച്ചുകൊണ്ട്, ശരി മുത്തശ്ശി, ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. എല്ലാവരും വലിയ സന്തോഷത്തോടെ അവിടെ ഇരിക്കുമ്പോൾ മുത്തശ്ശി മനസ്സിൽ ചിന്തിച്ചു, അങ്ങനെ സൂര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി
വരുണ്ട കാര്യമാണ്. ഇനിയൊന്ന് സമാധാനത്തിലേക്ക് വരുണ്ട കാര്യം കൂടി ഒന്ന് ഒരു നിലയ്ക്കെത്തിച്ചാൽ എല്ലാം ശാശ്വതമായി എന്ന് സമാധാനിക്കാം എന്ന് മുത്തശ്ശി ആലോചിച്ചു. പിന്നീട് കാണുന്നത് വൈദ്യരെ വിളിപ്പിച്ചിട്ട് വൈദ്യർ ഉടനെ തന്നെ അവിടേക്ക് എത്തുമെന്ന് വിവരം അറിഞ്ഞതോടെ പരമേശ്വരൻ പറഞ്ഞു, എന്തായാലും ഉടനെ തന്നെ വൈദ്യർ ഇവിടേക്ക് എത്തുമെന്നല്ലേ പറഞ്ഞത്. പിന്നെ രാധിക മോളെ, ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ ചിട്ടവട്ടങ്ങളോ അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചോ ഒന്നും ഇവിടെ ആർക്കും തന്നെ പരിചയമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് രാധിക മോളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വരുൺ പറഞ്ഞു, അതിപ്പോ അച്ഛൻ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഇയാള് അതൊക്കെ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അത്രയ്ക്ക് എക്സ്പെർട്ട് അല്ലേ അയാള് എന്ന് ചോദിച്ചു. ഉടനെ അത് കേട്ടിരുന്ന സൂര്യ ചോദിച്ചു, അതെന്താടാ, ഈ നേരത്തെ തന്നെ പേഷ്യൻസിനെ നോക്കിയുള്ള ശീലമാണോ രാധികയ്ക്കുള്ളത് എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, അതല്ല ഏട്ടാ, അത് വേറൊന്നും കൊണ്ടല്ല. അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥതയും താല്പര്യവും കാണുമ്പോൾ നമുക്കറിയാവല്ലോ. അതാ ഞാൻ പറഞ്ഞത് എന്ന് വരുൺ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും പുഞ്ചിരിക്കുമ്പോൾ വരുൺ രാധികയെ നോക്കി. വരുൺ നോക്കുന്ന നോട്ടം കണ്ട് രാധിക ഒന്ന് ഗൗരവത്തോടെ വരുണിന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ സൂര്യ ചോദിച്ചു, എന്തിനാണ് മോനെ ഇങ്ങനെ ഒരു പരീക്ഷണം, ഇത് വേണോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, അതെ, ഒരു പരീക്ഷണം തന്നെയാണ്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചത്. ഏട്ടൻ അതിന് യാതൊരു എതിരഭിപ്രായവും പറയണ്ട. ഏട്ടന് ഇക്കാര്യത്തിൽ ഇനി ഒരു എതിരഭിപ്രായം ഇക്കാര്യത്തിൽ വേണ്ട. ഏട്ടനെ ഞങ്ങൾ എത്രയും വേഗം തന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയിരിക്കും, അത് തീർച്ച എന്ന് പറഞ്ഞപ്പോൾ പത്മിനി പറഞ്ഞു, അതെ അതെ മോനെ, മോന്റെ ഈ അസുഖമെല്ലാം വേഗം മാറും. അതിന് ഈശ്വരൻ കൊണ്ടുവന്നതാ ഇങ്ങനെ ഒരു വൈദ്യരെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് കേട്ട് നിന്ന കൽപ്പന പറഞ്ഞത്, സൂര്യ, ഞാൻ പല രീതിയിലും സൂര്യയെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി അതിലൊന്നും സൂര്യയുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും സൂര്യയെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്ത പ്രവൃത്തികൾ എൻ്റെ ഭാഗത്തുനിന്ന് പലതും ഉണ്ടായി. സൂര്യ അതിനെല്ലാം എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സൂര്യയെ എത്രയും വേഗം എഴുന്നേൽപ്പിച്ച് നടത്തുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് കൽപ്പന സൂര്യയോട് പറയുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം വേണം സൂര്യ എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് കണിമംഗലത്തിന്റെ മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നു. അത് നോക്കിയിട്ട് രാധിക വിളിച്ചു പറഞ്ഞു, വൈദ്യുതി വന്നെന്ന് തോന്നുന്നു വെച്ചാ. ഉടനെ തന്നെ ശരി എന്ന് പറഞ്ഞ് പരമേശ്വരൻ വേഗം വാതിക്കലേക്ക് എത്തി. അപ്പോഴേക്കും വൈദ്യരുടെ സഹായം കൂടി വേഗം കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പരമേശ്വരൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്നു. നമസ്കാരം, ഞാൻ പരമേശ്വരൻ എന്ന് പറഞ്ഞതും ശരി അവര് 3 പേരും പരിചയപ്പെടുന്നു. പരമേശ്വരനകത്തേക്ക് അവരെ സ്വീകരിച്ചുകൊണ്ട് വരുന്നു. എല്ലാവരും അങ്ങനെ നിന്നതും ഉടനെ വൈദ്യുതി ചോദിച്ചു, അല്ല, ഈ കൂട്ടത്തിൽ ആരാ തിരുമേനിയുടെ മകൾ എന്ന് ചോദിച്ചതും വേഗം രാധികയെ ചൂണ്ടിക്കാട്ടിയിട്ട് മുത്തശ്ശി പറഞ്ഞു, ആ നിൽക്കുന്ന കുട്ടിയാ. ഉടനെ രാധികയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഞാനും ദേവനാരായണ തിരുമേനിയുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അദ്ദേഹവും ഞാനും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കിടയിൽ പറയാറുള്ള ഒരേ ഒരു പേര് ഈ കുട്ടിയുടേതാണ്. കുട്ടിയെക്കുറിച്ച് പലപ്പോഴും ദേവനാരായണൻ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പേഷ്യന്റിന്റെ കാര്യം എന്നോട് ദേവനാരായണൻ പറഞ്ഞു. ഈ അപകടമുണ്ടായ സാഹചര്യവും അപകടത്തെക്കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞു. ഞാൻ എന്തായാലും ആദ്യം ആളെ ഒന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വൈദ്യരെ സൂര്യയുടെ കണ്ണും കാലും കൈകളും ഒക്കെ ഒന്ന് തൊട്ട് അതിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കുന്നു. അദ്ദേഹം ഒന്ന് സൂര്യ പരിശോധിച്ചതിന് ശേഷം ഉടനെ പറഞ്ഞു, അതെ, പെട്ടെന്നൊരു മാറ്റം അത് ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല എനിക്ക്. എന്നാൽ ക്രമേണ ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നടത്താൻ കഴിയും, അത് തീർച്ചയാണ്. അതിന് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം വേണം. അതിൽ പ്രധാനം എനിക്ക് വേണ്ടത് രോഗിയുടെ സമ്മതമാണ്. രോഗി മനസ്സുകൊണ്ട് തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നും തനിക്ക് എഴുന്നേൽക്കണമെന്നും ഒരാഗ്രഹവും അങ്ങനെ ഒരു വിശ്വാസവും മനസ്സിലുണ്ടായാൽ മാത്രമേ എൻ്റെ ചികിത്സ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. അത് കേട്ടതും സൂര്യ പറഞ്ഞു, എനിക്ക് പൂർണ്ണ സമ്മതമാണ്. വൈദ്യരുടെ ചികിത്സയിൽ എനിക്ക് വിശ്വാസവുമാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈദ്യർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില ചികിത്സാ രീതികൾ നടപ്പിലാക്കുന്നതിന് ഇവിടെ പലരുടെയും സഹായം വേണ്ടി വരും എന്നറിയിച്ചു. എന്ത് സഹായത്തിനും ഞങ്ങൾ ഒപ്പം ഉണ്ടാവുമെന്ന് കൽപ്പന അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം ഉടനെ കൊണ്ടുവരേണ്ട ചില ആയുർവേദ കൂട്ടുകളെ കുറിച്ച് അദ്ദേഹം തൻ്റെ സഹായിയോട് പറഞ്ഞു. എത്രയും വേഗം ഇത് സംഘടിപ്പിക്കുക, എന്നിട്ട് ഇത് വെള്ളം ചേർക്കാതെ കഷായമാക്കി വേണം അദ്ദേഹത്തിന് നൽകാൻ എന്നറിയിച്ചു. അത് കേട്ടതും ശരി, ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പരമേശ്വരൻ പറഞ്ഞു, എന്ത് സഹായത്തിനും ബിജു കൂടെ ഉണ്ടാവും. ഉടനെ ബിജു ചോദിച്ചു, അല്ല, ഇപ്പൊ നമ്മൾ എവിടേക്കാ പോകേണ്ടത്? ആദ്യം എങ്ങോട്ടാ പോകേണ്ടത് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ്
ഉടനെ ബിജുവിനോട് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഉടനെ തന്നെ അങ്ങാടി കടയിലേക്ക് പോകാം ഈ പച്ചമരുന്നുകൾ വാങ്ങിക്കാൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞനുസരിച്ച് പച്ചമരുന്നുകൾ വാങ്ങിക്കാനായി അവിടേക്ക് പോകും. സൂര്യയെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്നുള്ള വൈദ്യയുടെ വാക്കുകൾ വിശ്വസിച്ച് എല്ലാവരും ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ രാധിക എല്ലാത്തിനും സഹായമായി മുന്നിലുണ്ടാവണമെന്ന് വരുൺ രാധികയോട് പറയുന്നു. അതിനുശേഷം പച്ചില മരുന്നുകളുമായി സഹായി എത്തിക്കഴിയുമ്പോൾ അത് പറഞ്ഞ പ്രകാരം അതിൻ്റെ കൂട്ടുകൾ കൃത്യമായി അരച്ചു ചേർക്കുന്നതിന് വേണ്ടി രാധിക സഹായത്തിനായി വൈദ്യർക്കൊപ്പം നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞതിന് പ്രകാരം അരകല്ലിൽ അരച്ചെടുക്കാനായി ആ പച്ചിലക്കൂട്ടുമായി പോകുന്ന രാധികയുടെ പിന്നാലെ വരുണും എത്തുന്നു. രാധിക അത് കല്ലിൽ അരച്ചെടുക്കുന്ന നേരത്ത് അവിടേക്ക് വരുൺ എത്തുകയും രാധികയുടെ കൂടെ കൂടി അത് അരയ്ക്കാനായി രാധിക സഹായിക്കുമ്പോൾ പ്രണയത്തോടെ രാധികയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്ന വരുണിനെ അവിടെ നിന്ന് ഓടിച്ചു വിടാനായി രാധിക പരിശ്രമിക്കുന്നു. അപ്പോഴാണ് മ്യൂസിക് സ്കൂളിനെ കുറിച്ച് മറ്റൊരു രഹസ്യം ഐശ്വര്യയും മാലതിയും കണ്ടെത്തിയത്. രാധിക എന്ന പെൺകുട്ടി ആ സ്കൂളിൽ ടീച്ചറായിട്ട് പുതിയതായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയുന്നതോടെ ഐശ്വര്യയുടെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപൊട്ടുന്നു. അത് രാധിക എന്ന് പറയുന്ന പെൺകുട്ടി ശ്യാമയുടെ മകൾ തന്നെയാണെന്നുള്ള സംശയം കണ്ടെത്താനായി അവർ തയ്യാറെടുത്ത് പല അന്വേഷണങ്ങളുമായി അവർ മ്യൂസിക് സ്കൂളിലേക്ക് വന്നെത്തുന്നു. കൂടാതെ ഫിദ എന്ന് പറയുന്ന ഒരു പുതിയൊരു മാനേജർ കൂടി അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതായിട്ട് അവർക്ക് വിവരങ്ങൾ കിട്ടുന്നു. അങ്ങനെ എല്ലാ സംശയങ്ങളും മനസ്സിലൊതുക്കി ഇനി ഇതിന്റെ സത്യാവസ്ഥ ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് ഐശ്വര്യ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ശ്യാമ മേഡത്തോട് പറയണ്ടേന്ന്, ശ്യാമ മേഡം അറിയാതെ വേണ്ടി ഇതെല്ലാം ചെയ്യാനെന്ന് മാലതി സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, ശ്യാമ മേഡം അറിയാതെയല്ല, എല്ലാം അറിയണം ശ്യാമ, ഇതെല്ലാം അറിയുക വേണം, അത് മാലതി തന്നെ അറിയിക്കണമെന്നും ഐശ്വര്യ മാലതിയോട് പറയുന്നു. അങ്ങനെ രാധികയെ വിളിച്ചുകൊണ്ട് നേരെ ശ്യാമയുടെ അരികിലേക്ക് മാലതി തന്നെ എത്തുന്നു. ആ കാഴ്ച കണ്ട ശ്യാമ അതിശയത്തോടെയും ആശങ്കയോടെയും നോക്കി നിന്നു. പിന്നീട് കാണുന്നത് വരുണിന്റെയും മറ്റെല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്ന് കൽപ്പനയും സൂര്യയെ രക്ഷപ്പെടുത്താനായി സൂര്യയെ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് കണ്ട് ഗൗതം കൽപ്പനയ്ക്കരികിലേക്ക് എത്തി. അപ്പോൾ കഴിഞ്ഞതെല്ലാം മറക്കാൻ തീരുമാനിച്ചു അല്ലേ എന്ന് കൽപ്പനയോട് സംശയത്തോടെ ചോദിക്കുന്ന ഗൗതമിന്റെ വാക്കുകൾ കേട്ട് കൽപ്പന പറഞ്ഞു, ഒരിക്കലുമില്ല. നമ്മൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും നമ്മൾ കണ്ട ജീവിതവും അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ശ്രമം നടത്തുന്നത്. അതിന് നമ്മൾ ആഗ്രഹിച്ച ഈ കണിമംഗലത്തെ സ്വത്തും സമ്പാദ്യവുമൊക്കെ നമുക്ക് സ്വന്തമാകണം. അതിന് ഉള്ള പോംവഴിയാണിത്. സൂര്യയിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അവനാകും ഈ കണ്ട സ്വത്തുക്കളുടെ അവകാശി. അങ്ങനെ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ മാറ്റവും ഈ സ്നേഹവുമെല്ലാം. അതിനുശേഷമുള്ള നല്ലൊരു ജീവിതം, നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമ്മൾ ഒരുമിച്ച് തന്നെ അത് തുടങ്ങുകയും ചെയ്യുമെന്ന് കൽപ്പന ഗൗതമിനോട് പറയുന്നു.